എടാ, ഇന്നലെ എന്തുകൊണ്ട് അർജന്റീന ഫൈനലിൽ തോറ്റു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീനയെ കളിക്കാൻ സമ്മതിച്ചില്ല സ്പെയിൻ. അത് തന്നെയാണ് ഉത്തരം. കാരണം സ്പെയിൻ ബോൾ കൊടുത്താലല്ലേ അർജന്റീന കളിക്കാൻ പറ്റൂ. ഇന്നലെ എന്തുകൊണ്ട് അർജന്റീനയ്ക്ക് പെനാൾട്ടി കിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെനാൾട്ടി ബോക്സിനകത്ത് കയറാൻ അനുവദിച്ചാലല്ലേ പെനാൾട്ടി കിട്ടത്തുള്ളൂ. എടാ, ഇതാണ് സ്പാനിഷ് ഫുട്ബോൾ. എടാ, യവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കാൻ അനുവദിക്കില്ല ഓപ്പോസിറ്റ് ടീമിനെ. ബോൾ കൊടുത്താലല്ലേ അവന്മാർക്ക് കൊണ്ട് കയറാൻ പറ്റൂ. യവന്മാർ ഇങ്ങനെ ഒണ്ടച്ച് പാസ് ചെയ്ത് ഓപ്പോസിറ്റ് ടീമിനെ പൊട്ടനാക്കി, മണ്ടനാക്കി, പ്രാന്തനാക്കി അവസാനം അവന്മാർ കൺട്രോൾ പോയിട്ട് കയറി അറ്റാക്ക് ചെയ്യുന്ന നേരത്ത് യവന്മാർ ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് ഗോൾ കണ്ടെത്തും. ഒരേ സമയം പൊസിഷൻ ഫുട്ബോളും കളിക്കുന്നു, അറ്റാക്കും ചെയ്യുന്നു. ഇതാണ് ഇവരുടെ കളി. ഈ കളിയാണ് സ്പെയിൻ കളിക്കുന്നതെന്ന് വർഷങ്ങളായിട്ട് മെസ്സിക്ക് അറിയാം, അർജന്റീനയ്ക്കും അറിയാം. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് സ്പാനിഷ് ടിക്കിടാക്ക. വർഷങ്ങളായിട്ട് ഇവർ കളിച്ചു വരുന്ന ഒരു കളിയാണ് സ്പാനിഷ് ടിക്കിടാക്ക. വൺ ടച്ച് പാസ് ചെയ്ത് ഇന്നലത്തെ കളി തന്നെ എടുത്ത് നോക്കിയാൽ 848 എങ്ങാനും പാസ്സാ സ്പെയിൻ. അതേസമയം നമ്മുടെ അർജന്റീന വെറും 300 സംതിങ്ങോ അത്രയേ ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഇന്നലത്തെ കളി ഉണ്ടായിരുന്നു. ഒരു ഇന്റർനാഷണൽ ഫൈനലിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ലാതെ 120 മിനിറ്റ് അർജന്റീന കളിച്ചേക്കുന്നത്. ഇടം വലം പൂട്ടിക്കളഞ്ഞ് വരിഞ്ഞു മുറുക്കി അർജന്റീനയുടെ മേൽ പൂർണ്ണ ആധിപത്യം നേടിക്കൊണ്ട സ്പെയിൻ ഇന്നലെ ഈ കപ്പ് നേടിയത്. കളിച്ചതും സ്പെയിൻ, ജയിച്ചതും സ്പെയിൻ. ഇന്നലെയൊക്കെ ഇവിടെ ഫുള്ള് ആരമായിരുന്നു കേട്ടോ. പ്രായഭേദമന്യേ. എടാ, ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രായമൊന്നുമില്ല. ഇവർക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താണ്. നമുക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഈ 4 വർഷം കൂടുമ്പോഴല്ലേ നമുക്ക് ഈ ഫുട്ബോളും വേൾഡ് കപ്പൊക്കെ വരുന്നേ. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് ഈ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താണ്. ഇത്ര പ്രായമുള്ള പിള്ളേർ നമ്മളെന്നാ ചെയ്യും? ഇത്രയുള്ള പിള്ളേർ 1.5 വയസ്സ് 2.5 വയസ്സായ പിള്ളേർക്ക് മൊബൈലിൽ കാർട്ടൂൺ ഇട്ട് കൊടുത്ത് വീട്ടിൽ സോഫാ സെറ്റി പിടിച്ചിരുത്തും. ഇവിടെ അങ്ങനെയല്ല. ചെറിയ പ്രായമ്പോൾ തന്നെ വൈകുന്നേരം ഗ്രൗണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഫുട്ബോളാണ് കൊടുക്കുന്നത് തട്ടാനായിട്ട്. അതിന് അച്ഛനും അമ്മയും സമയം കണ്ടെത്തി അവർക്ക് വേണ്ടി നിൽക്കും. ഇതൊക്കെ കൊണ്ടാണ് ഈ ലോകത്ത് ഇത്രയും വർഷങ്ങളായിട്ട് ഈ ചാമ്പ്യന്മാരായിട്ട് സ്പെയിനും യൂറോപ്യൻ ടീമൊക്കെ വരുന്നത്. ഇനി ഇവിടെ മൊത്തം ഇങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും 16 വർഷങ്ങൾക്ക് ശേഷം സ്പെയിൻ ഒരു കപ്പ് നേടി. അടുത്ത വർഷം 2030 വേൾഡ് കപ്പ് നടക്കുന്നത് സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ 3 രാജ്യങ്ങൾ വെച്ചിട്ടാണ്. ഇനി അടുത്ത വർഷത്തെ ചാമ്പ്യന് വേണ്ടി 4 വർഷം കാത്തിരിക്കാം. എന്തായാലും സന്തോഷം സ്പെയിൻ നേടിയതിൽ. സ്പെയിനിൽ നിന്നുകൊണ്ട് സ്പെയിൻ ഒരു കപ്പ് നേടിയപ്പോൾ അതിലധികം സന്തോഷം. In 2026, the champions of the world are Spain! Viva España! The best team has won it. And the best player